ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 2025 ഉയർപ്പ് പെരുന്നാളിൽ നാം സംബന്ധിക്കുകയാണല്ലോ. ക്രൈസ്റ്റ് ഈസ് റിസൺ, ഇൻഡീഡ് ഹീ ഈസ് റിസൺ. അവൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് എല്ലാ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം. അവൻ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം എന്നാണല്ലോ വേദപുസ്തകം സാക്ഷിക്കുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സകല മരിച്ചവർക്കും മുമ്പായി അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമായിരിക്കുന്നു. കർത്താവിൽ വാത്സല്യമുള്ളവരെ, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്യുന്ന സംഭവം മത്തായി ശ്ലീഹ രേഖപ്പെടുത്തുമ്പോൾ 1-ാം അധ്യായത്തിൽ സുവിശേഷം തുടങ്ങുന്നത് വംശാവലി കഴിഞ്ഞ് ഉടനെ പറയുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റിയുള്ള വാർത്ത യൗസേപ്പ് പിതാവിനെ അറിയിച്ചുകൊണ്ട് ദൈവദൂതൻ പറയുന്നത് യേശുവിന് പേരിടുന്ന കാര്യം, അവൻ്റെ ജനനവും പേരിടുന്ന നാമം നൽകുന്ന കാര്യമൊക്കെ ദൈവദൂതൻ യൗസേപ്പ് പിതാവിനോട് പറയുന്നത് ജോസഫിനോട് പറയുന്നത്, ദാവീദിൻ്റെ മകനായ ജോസഫേ, നീ നിൻ്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുന്നതിൽ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണം. ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള വലിയ വാർത്തയാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ നാം കേട്ടത്. ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളത്. നമ്മോടുകൂടെയുള്ള ദൈവത്തെ യഹൂദ മത നേതാക്കന്മാരും റോമാ പടയാളികളും എല്ലാം ചേർന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഭവമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഓർക്കുന്നത്. 50 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം, ഈ ക്രിസ്തീയ മൂല്യാധിഷ്ഠിതമായ ജീവിതശൈലിയിലൂടെ അവൻ്റെ പീഡാനുഭവത്തിനും വലിയ പെസഹായിക്കും പീഡാനുഭവത്തിനും കബറടക്കത്തിനും ഉയർത്തെഴുന്നേൽപ്പിനുമൊക്കെ സാക്ഷിയാകാൻ തക്കവണ്ണമുള്ള വലിയ ദീർഘമായ ഒരുക്കത്തോടുകൂടി നാം പ്രവേശിക്കുമ്പോൾ ഈ ഉയർപ്പ് പെരുന്നാളിൽ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണത്. ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളത്. മറ്റുള്ള കാര്യം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് കല്ലറയിലേക്ക് ഓടി കല്ലറ തുറന്ന് ക്രിസ്തുവിൻ്റെ ശരീരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രത്യാശയിൽ അവൾ പോകുമ്പോൾ കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നതും ക്രിസ്തുവിൻ്റെ ശരീരം അവിടെ കാണാതിരിക്കുന്നതും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ അവൾ ഓടി പത്രോസിനോടും മറ്റ് ശിഷ്യന്മാരോടും പോയി പറഞ്ഞു, യേശുവിനെ ആരോ എടുത്തുകൊണ്ടുപോയിരിക്കുന്നു. യേശുവിനെ അവർ എടുത്തുകൊണ്ടുപോയിരിക്കുന്നു. നമ്മിൽ നിന്ന് യേശുവിനെ മാറ്റിയിരിക്കുന്നു. യേശു നമ്മോടൊപ്പം ഇല്ല എന്ന് അവൾ ശിഷ്യന്മാരോട് പറയുന്നു. നാം ഇന്ന് ലോകത്ത് ജീവിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ നിന്ന് എടുത്തുകൊണ്ട് പോകപ്പെട്ട ഒരു അനുഭവമാണോ എന്നുള്ളത് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. വിവര സാങ്കേതിക വിദ്യയുടെ ഈ മാസ്മര ലോകത്തിൽ എല്ലാ ലൗകിക സുഖങ്ങളുടെയും സംതൃപ്തിയിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ നിന്ന് ഈ സൗകര്യങ്ങളും ലൗകിക നേട്ടങ്ങളും സന്തോഷങ്ങളുമെല്ലാം ക്രിസ്തു നമ്മിൽ നിന്ന് എടുത്തുകൊണ്ട് പോകപ്പെട്ട അനുഭവമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അവർ തിരികെ വരുമ്പോൾ കല്ലറയിൽ ആ തോട്ടത്തിൽ അവരെ കാത്തിരിക്കുന്ന ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെയാണ്. മാറ്റപ്പെടുവാൻ സാധ്യമാകാത്ത, ആർക്കും എടുത്തുകൊണ്ട് പോകുവാൻ സാധ്യമാകാത്ത, ആർക്കും ക്രൂശിൽ തറച്ച് നശിപ്പിക്കുവാൻ സാധ്യമാകാത്ത, കല്ലറയിൽ ഒതുക്കി വെക്കുവാൻ സാധ്യമാകാത്ത, നമ്മോടുകൂടെ ഇരിക്കുന്ന
അവൻ നമ്മോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തവനായ യഹോവ ദൈവം തമ്പുരാൻ യൗസേപ്പ് പിതാവിനോട് സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ, പുതിയ നിയമത്തിൻ്റെ തുടക്കത്തിൽ, മനുഷ്യാവതാരത്തിൻ്റെ തുടക്കത്തിൽ അരുളി ചെയ്തവനായ ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവമായി നമ്മോടുകൂടെ ഉണ്ട് എന്ന് ഉയർപ്പ് പെരുന്നാളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷം അവസാനിക്കുന്നതും അങ്ങനെയാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ അവസാന വാക്യം എന്ന് പറയുന്നത് ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു എല്ലാവരോടുമായി പറയുന്നതാണ്, ശിഷ്യന്മാരോടായി പറയുന്നതാണ്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കും എന്നുള്ള വാഗ്ദാനമാണ് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമുക്ക് നൽകുന്നത്. നിരാശയുടെയും ഭയത്തിൻ്റെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ഈ ലോക ജീവിതത്തിൽ നമ്മോടുകൂടെ ഇരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ഈ ഉയർപ്പ് പെരുന്നാൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഉയർപ്പ് പെരുന്നാളിൻ്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ക്രൈസ്റ്റ് ഈസ് റിസൺ, ഇൻഡീഡ് ഹീ ഈസ് റിസൺ. അവൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.